എല്ലാ സുഹൃത്തുക്കളെയും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഒരു ദുഃഖകരമായൊരു വാർത്തയാണ് ഈ വീഡിയോയിലൂടെ ഞാൻ അറിയിക്കാൻ ശ്രമിക്കുന്നത്. വക്കം എന്ന ഗ്രാമം, അതായത് ചിറയൻകീഴിനടുത്തായി ഒരു കുടുംബത്തിലുള്ള 4 അംഗങ്ങൾ ഒന്നിച്ച് ആത്മഹത്യ ചെയ്തിരിക്കുന്നു. അച്ഛൻ, അമ്മ, 2 ആൺകുട്ടികൾ. വിദ്യാഭ്യാസമുള്ളവരാണ്, ആരോഗ്യമുള്ളവരാണ്. ഈ അച്ഛൻ ജോലിയും ചെയ്യുന്ന ആളാണ്, എംപ്ലോയിയാണ്. എന്തോ കാരണം അറിയുന്നത് മകൻ്റെ ഒരു ആക്സിഡൻറ്റും അതിനുണ്ടായ ബാധ്യതകളും വീട് വച്ച് ഉണ്ടായ ബാധ്യതകളും രണ്ടും ഒത്തിരി അവരെ മാനസികമായി അലട്ടുകയായിരുന്നു. യാതൊരു നിവൃത്തിയുമില്ല. അവർ കണ്ടെത്തിയത് അവസാനം ആത്മഹത്യയായിരുന്നു. വളരെ തെറ്റായ ഒരു ഇതായിപ്പോയി. സോ എനിക്ക് ഗവൺമെൻറ്റിനോട് പറയാനുള്ളൊരു കാര്യം, സാധിച്ചാൽ ഒരു ആൻറ്റി സൂസൈഡ് സ്ക്വാഡിനെ രൂപം കൊടുക്കുക. എല്ലാ വാർഡ് തലത്തിലും അവരുടെ ഓരോ മെമ്പേഴ്സിനെയും വീക്ഷിക്കാനുള്ളൊരു സംവിധാനം ഉണ്ടാക്കുക. കടക്കണിയിലായവർ എങ്ങനെ, ഇതൊക്കെ എല്ലാം ഒരു സർവേ എടുത്തു കഴിഞ്ഞാൽ അതിനൊരു പ്രിവെൻറ്റേഷൻ എന്തെങ്കിലും നമുക്ക് ഗവൺമെൻറ് തലത്തിൽ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ വീട് വെച്ച് കടം കയറി ബാങ്കുകാരുടെ പ്രോബ്ലംസ്, പിന്നെ മറ്റില്ലാത്ത കടങ്ങൾ, ഇതിനെല്ലാം ഒരു പോംവഴികളുള്ളതാണ്. അത് ഗവൺമെൻറ്റും മറ്റുള്ളവരും കൂടെ സഹായിച്ചാൽ ഇതെല്ലാം നിഷ്പ്രയാസം സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ആൾക്കാർ അതിലേക്ക് ഫാർവേഡായി വരുന്ന ചിലവർ അവരുടെ അഭിമാനത്തിൻ്റെ പ്രശ്നം, നമുക്ക് കടമുണ്ടെന്ന് അറിയിക്കുന്നത് ബുദ്ധിമുട്ടാണ്. കടക്കാർ വീട്ടിൽ വരുമ്പോൾ അവർ ഭീഷണിപ്പെടുമ്പോൾ അത് പ്രയാസമാണ്. അപ്പോൾ മാനസികം അങ്ങേയറ്റം തകർന്നു പോകുമ്പോൾ അവസാനം കണ്ടെത്തുന്ന ഒരു വഴിയാണ് കുടുംബം ഒന്നായിട്ട് ആലോചിച്ച് എടുക്കുന്നൊരു തീരുമാനം. ഇനി നമുക്ക് രക്ഷയില്ല, നമ്മുടെ സ്വത്തുക്കളെല്ലാം പോയി, കടക്കാരാണ് ഭീഷണി. അങ്ങനെ പരസ്പരം ഇവർ അച്ഛനും മക്കളും ചേർന്നിരുന്നുള്ള ഒരു മോശമായ തീരുമാനമെടുക്കുകയും അവസാനം അത് ആത്മഹത്യയിൽ ചെന്ന് അവസാനിക്കുകയും ചെയ്യും. ഇനിയെങ്കിലും ആൾക്കാർ ഈ ആത്മഹത്യ ഒരു പ്രേരണ ഒഴിവാക്കുക. ദയവ് ചെയ്ത് പ്രധാനമായി ഈ ഗവൺമെൻറ് ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ ഇതിനുള്ളൊരു പ്രത്യേക ഒരു കമ്മിറ്റി രൂപീകരിക്കുക. കേരളത്തിൽ അങ്ങോളെങ്ങോളം കഷ്ടതയും അവശതയും ബുദ്ധിമുട്ടും കടവും ഒക്കെ അനുഭവിക്കുന്നവരെ കണ്ടെത്തുക. അവർക്ക് വേണ്ടി എന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടാക്കുക. ഇപ്പോൾ ഈ മരിച്ച കുടുംബത്തിൻ്റെ പയ്യൻ, ആ മകൻ ഒരു ചെറുപ്പക്കാരനാണ്. രാഷ്ട്രീയത്തിലൊക്കെ വളരെ ഇതാണ്. അവർക്ക് ജീവിക്കാൻ തുടങ്ങിയതേ ഉള്ളൂ. അവർക്ക് പ്രോപ്പർ ഗൈഡൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഈ കടങ്ങളൊരു പ്രശ്നമല്ല. അവർക്ക് എന്തെങ്കിലും ജോലി ചെയ്ത് തീർക്കാമെന്നുള്ള കാര്യമേ ഉള്ളൂ. കടം എല്ലാവർക്കും ഉണ്ടാകും, കടമില്ലാത്തവരായി ആരുമില്ല. അതിനെ പിടിച്ച് നിൽക്കണം. അതിന് തൻ്റെത്തോടെ നമ്മൾ നേരിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഏത് കടവും എന്ത് പ്രയാസവും മാറ്റിയെടുക്കാം. പ്രൊവൈഡഡ് നമുക്ക് നമ്മുടെ ദുഃഖങ്ങൾ അറിയുന്ന ആരെങ്കിലും ഒക്കെ ഉണ്ടാകണം. ആരുമായിട്ടൊക്കെ ചെറിയ രീതിയിൽ പങ്കുവയ്ക്കണം. നമ്മൾ രാവിലെ അദ്ദേഹം എപ്പോഴും അമ്പലത്തിൽ പോകുന്ന ആളാണ്, ദൈവവിശ്വാസിയാണ്. അങ്ങനെ ഇപ്പം നല്ല അഭിപ്രായമാണ്. പക്ഷേ ഇത് നല്ല അഭിപ്രായം എന്ന് പറഞ്ഞാൽ നമ്മൾ മനുഷ്യരിൽ ബന്ധപ്പെടണം. നമ്മുടെ ബുദ്ധിമുട്ടുകളെ പറയാൻ സാധിക്കുന്ന എന്തെങ്കിലും ഒരു വടികൾ, ഫ്രണ്ട്ഷിപ്പ് സർക്കിളോ ബന്ധു സർക്കിളോ ഒക്കെ നമുക്കുണ്ടാകണം. അതില്ലാത്തവർക്കാണ് ഈ കുഴപ്പങ്ങളുണ്ടാകുന്നത്. അതുകൊണ്ട് എപ്പോഴും അയൽവക്കക്കാരുമായിട്ട് ബന്ധപ്പെടുക, സമൂഹമായിട്ട് ബന്ധപ്പെടുക. അയൽവക്കക്കാർ ഒരു ബുദ്ധിമുട്ടറിഞ്ഞാൽ അത് അറിയിക്കേണ്ടടുത്ത് അറിയിക്കുക. ഇല്ലെങ്കിലുള്ള ദാരുണമായ സംഭവങ്ങൾക്ക് നമ്മൾ വിറ്റ്നസ് ചെയ്യേണ്ടി വരും. സോ ബഹുമാനപ്പെട്ട ഈ മന്ത്രിസഭയോട് ഞാനൊന്ന് പ്രത്യേകിച്ചും മുഖ്യമന്ത്രി പിണറായി അദ്ദേഹത്തിനോടൊന്ന് പറയുകയാണ്, സാധിച്ചാൽ ഇമ്മീഡിയറ്റായിട്ട് എത്രയും വേഗം ഭരണപക്ഷം പ്രതിപക്ഷം ചേർന്ന് ഒരു ആൻറ്റി സൂസൈഡ് സ്ക്വാഡിനെ രൂപം കൊടുക്കുക. കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും ഇനിയൊരു കടത്തിൻ്റെ പേരിൽ മറ്റൊരു രീതിയിൽ ആത്മഹത്യ ഉണ്ടാകാൻ പാടില്ല. അതിനെ പ്രിവെൻറ്റ് ചെയ്യും. അതിനുള്ള സംവിധാനം ഏതെങ്കിലും രീതിയിൽ രൂപപ്പെടുത്താൻ നമുക്ക് അനായാസം സാധിക്കും. നമ്മൾ പലരുടെയും ജീവൻ നമുക്ക് രക്ഷപ്പെടുത്താൻ സാധിക്കും. ദയവ് ചെയ്ത് ഈ വീഡിയോ കേൾക്കുന്നവരും നിങ്ങളുടെ പ്രാദേശിക നേതാക്കന്മാരായിട്ട് ബന്ധപ്പെട്ട് ഒരു ചെറിയ കമ്മിറ്റി എന്തെങ്കിലും രൂപം കൊടുക്കുക. അവശത അനുഭവിക്കുന്നവരെ ഇതിൻ്റെ ഉള്ളിൽ കൊണ്ടുവരിക. അവർക്ക് വേണ്ട ആശ്വാസങ്ങളും ആശ്വാസവാക്കുകൾ വരെ. ഒപ്പം ഗവൺമെൻറ് തലത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു സംവിധാനം അവർക്ക് വേണ്ടി ലഭിക്കണം. അതിന് ഗവൺമെൻറ് തലത്തിൽ തന്നെ ഒരു മൂവ്മെൻറ്റ്സ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ ആത്മഹത്യ മൊത്തത്തിൽ നമുക്ക് ഇല്ലാതാക്കാം. ഇത് വളരെ പ്രധാനമായിട്ടുള്ളതാണ്. അതുകൊണ്ട്
എൻ്റെ ഒരു അഭിപ്രായമാണ്, ഇങ്ങനൊരു സംവിധാനം ഇതുവരെയും നിലവിൽ വന്നിട്ടില്ല. ഒരു ആത്മഹത്യ പ്രവണത ഉള്ളവർ ഇന്ന ഫോണിൽ ഒരു ഫോൺ നമ്പർ, അതിലൊന്നും കാര്യമൊന്നുമില്ല. ആത്മഹത്യ ചെയ്യേണ്ടവർ ചെയ്യും. അവർ ഫോൺ ചെയ്തിട്ട് എന്ത് നേടാനാണ്? ഒന്നുമില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഇവരൊക്കെ ഇത് വിളിക്കാമായിരുന്നു. അപ്പോൾ അത്ര കണ്ട് അതൊന്നും ഒരു പ്രസക്തിയിൽ വന്നിട്ടില്ല. ഈ ആത്മഹത്യ പ്രവണത കുറയ്ക്കാൻ കൊടുത്തിരിക്കുന്ന നമ്പറിനായിട്ട് ആൾക്കാരൊന്നും അത്ര ആക്റ്റീവായിട്ട് തോന്നുന്നില്ല. അവർ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ജനങ്ങളുടെ ഉള്ളിൽ നടക്കുന്ന ബുദ്ധിമുട്ടുകളെ അത് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ അവരിലേക്ക് നമ്മൾ എത്തപ്പെടാൻ പറ്റൂ. എത്തപ്പെടാത്തത്തോളം കാലം ഈ ടെൻഡൻസി ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കാം. ഇത് ഒന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. ഭരണപക്ഷവും പ്രതിപക്ഷവും കൂട്ടായി ചേർന്ന് ഇതിനൊരു പ്രതിവിധി കണ്ടെത്തിയാലും. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. ഞാൻ GK തുമ്പക്കാരൻ. താങ്ക് യു.